രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി റിസ്ട്രിക്റ്റഡ് അഡ്മിഷൻ ഇൻ 75 പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസ് ഇൻ കർണാടക. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ന്യൂസ് വന്നിരിക്കുന്നത്. വന്നേക്കുന്നത് ഓഗസ്റ്റ് 8 2024 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും മാക്സിമം പേരൻസിന്റെ അടുത്തേക്കും സ്റ്റുഡൻസിന്റെ അടുത്തേക്കും ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ രസകരമായ വേറൊരു കാര്യം ഞാൻ പറയുന്നതായിരിക്കും, അതും നിങ്ങൾ കേട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടും. അതുപോലെ തന്നെ പേരന്റ് ഹോസ്പിറ്റൽസ്, ഓൺ ഹോസ്പിറ്റൽസും ഉള്ള കോളേജിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് അവർക്ക് കിട്ടാത്തവരുണ്ട്. അവർ ഇൻസ്റ്റാ കോളേജിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഒരുപാട് കുട്ടികളോട് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, സൈറ്റിൽ കയറി ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോഴൊരു ന്യൂസ്, അത് 11 ഓഗസ്റ്റ് 2024 ഒരു അപ്ഡേറ്റ് ആണ്. അംഗീകാരമില്ലാത്ത നഴ്സിംഗ് കോളേജുകളിലെ തട്ടിപ്പ്, സർട്ടിഫിക്കറ്റ് തിരികെ കിട്ടാത്ത നിരവധി വിദ്യാർത്ഥികൾ. കോട്ടയം കർണാടക നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്ക് മറ്റും അഡ്മിഷൻ എടുത്ത 100-ലധികം മലയാളി വിദ്യാർത്ഥികൾ ഉപരിപഠനം വഴിമുട്ടി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഏജൻസി മുഖേന, ശ്രദ്ധിച്ചു കേട്ടോ, ഏജൻസി മുഖേന നേരിട്ട് കർണാടകയിലെ ചില കോളേജുകൾ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായത്. ഏജൻസി മുഖേന അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായത്. 2023 ഒക്ടോബറിൽ അഡ്മിഷൻ ചെയ്ത കുട്ടികളും അവരുടെ സെമസ്റ്റർ പഠനം പൂർത്തിയാക്കിയപ്പോഴാണ് കോളേജിൽ നിന്ന് നഴ്സിംഗ് കൗൺസിലിന് അംഗീകാരമില്ലെന്ന് അറിയുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി 75ഓളം കോളേജിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഈ ന്യൂസിനകത്ത് വന്നിരിക്കുന്ന ഒരു ഉഗ്രം തട്ടിപ്പാണ്. തിരുവനന്തപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി ശങ്കരക്കട്ട എന്ന സ്ഥലത്തെ ശ്രീലക്ഷ്മി എന്ന കോളേജിൽ അതീഷ് എന്ന വ്യക്തി, കേട്ടോ, അതീഷ്, എന്താ പേര്, അതീഷ് എന്നൊരു വ്യക്തി മുഖേന 2023 ഒക്ടോബർ അഡ്മിഷൻ നേടി. എന്നാൽ പിന്നീട് വിദ്യാഭ്യാസ വായ്പയുടെ ആവശ്യത്തിന് അന്വേഷിച്ചപ്പോഴാണ് കോളേജിന് INC ഇല്ല, അംഗീകാരമില്ല, ഇതിനോടെ പഠനം അവസാനിപ്പിച്ചു. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക, ഏജൻസി പറയുന്ന വിശ്വസിക്കാണ്ടിരിക്കുക. ഇതിനോടകം 4.5 ലക്ഷം രൂപ ഫീസ് അടച്ചിരുന്നു. എന്നാൽ കോഴ്സിന്റെ മുഴുവൻ ഫീസ് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തിരികെ നൽകൂ എന്ന് കോളേജ് അധികൃതർ പറയുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്യാമ്പസിൽ തന്നെ ഒന്നിലധികം കോളേജുകളാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥി പറയുന്നു. പത്തനംതിട്ടയിലെ ഏജൻസി മുഖേന ബനസ്വാടി കോളേജിലേക്ക് നഴ്സിംഗ് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷ ഹാൾ ടിക്കറ്റ് കിട്ടിയപ്പോഴാണ് സഹപാഠിക്ക് പ്രവേശനം ലഭിച്ചത് സരോജിനി എന്ന മറ്റൊരു കോളേജിലേക്കാണെന്ന് അറിയുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് ഇതേ കാര്യം പറഞ്ഞു. ബനാസുദി കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന അവിടുത്തെ ID കാർഡ് നോക്കിക്കൊണ്ട് വേറെ ഒരു ക്യാമ്പസിൽ പോയിരുന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ഒരു ക്യാമ്പസിന് ഒന്നിലധികം കോളേജ്. നിങ്ങൾ എല്ലാവരും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്ര സീറ്റ് ഉണ്ട്, ആ സീറ്റ് 60 സീറ്റ് എന്ന് പറഞ്ഞാൽ ആ സീറ്റ് അത്രയും സീറ്റ് ഉള്ളൂ. അതിനിടയ്ക്ക് വേറൊരു കോളേജിൽ പോയിട്ട് കുറച്ച് സീറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം തട്ടിപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ മനസ്സിലാക്കും. ഈ കോളേജിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ബാക്കി ലിസ്റ്റ് അവർ പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിടുമ്പോൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ അടുത്ത ലേറ്റസ്റ്റ് ന്യൂസ് ആണ്. ഓഗസ്റ്റ് 8, 2024. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി restricts admissions in 75 nursing colleges in Karnataka. The Rajiv Gandhi University of Health Science has imposed restrictions on admission for BSc nursing course in 75 private nursing colleges in Karnataka for violating of rules and lack of basic facilities and other reasons for the academic year of 2024-25. Rajiv Gandhi has released a college to which admission have been restricted. The maximum number of colleges in Bangalore is 32. The remaining colleges, 43 colleges located in Mangalore, Udupi, Bidar, Chikmagalur, Kalaburgi, Chitradurga, Ballari and many other places. Among professional health science courses, there is a huge demand for BSc nursing course seats are being allotted through CET for BSc nursing course since 2023. In CET 2024, 2.8 lakh students have qualified for this course. According to the Indian Nursing Council guidelines for minimum requirement to establish BSc nursing college, the eligible institution should have 100-bedded parent hospital. Minimum 100-bedded parent hospital college ആയിരിക്കണം. Minimum 100-bedded parent hospital. For sanction of 60 seats, the institution must have parent hospital with 100 to 300 bed, apart teaching and physical facilities for the course. അതായത് ലൈബ്രറി കാര്യങ്ങൾ, ലാബുകളെല്ലാം, അതുപോലെ അത് കൂടാണ്ട് ഇത്രയും ഫെസിലിറ്റീസ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യണം. മാൻഡേറ്ററി ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് well-equipped buildings, laboratory, library, teaching and non-teaching staff. However, many private nursing colleges failed to fulfill the criteria during a joint inspection by the officials of Rajiv Gandhi University and Grand Commissions. അപ്പോൾ ഇതിൽ നിന്ന് എന്താ വ്യക്തമായിട്ട്, സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പേരന്റ് ഹോസ്പിറ്റൽസ്, മിനിമം 100-bedded ഹോസ്പിറ്റൽസ് ഉള്ള കോളേജിന്, അത് കൂടാണ്ട് ലബോറട്ടറി, ലൈബ്രറി ഇങ്ങനെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കോളേജിനൊക്കെയാണ് ഈ ഒരു ഇഷ്യൂസ് വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ ഞാൻ ഒരു കഥ പറയാന്ന് പറഞ്ഞില്ലേ. എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് അഡ്മിഷൻ എടുത്തു തരാമോ എന്ന് ചോദിച്ച് കുറച്ച് പേര് മെസ്സേജ് അയക്കും.
അഡ്മിഷൻ എടുത്ത് തരണമെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല, ഞാൻ എടുത്ത് തരാം, എന്റെ കോളേജിലുണ്ട്, എനിക്ക് സ്റ്റാഫിനെ അറിയാം, നിങ്ങൾ ഡയറക്റ്റ് ചെന്നാൽ മതി, ഏജൻസി ആയിട്ട് ചെല്ലേണ്ട ആവശ്യം, ഡയറക്റ്റ് ചെന്നാൽ അഡ്മിഷൻ എടുത്ത് തരാം. ഞാൻ അങ്ങനെ പറഞ്ഞു. ആ സമയത്ത് അവർ പറഞ്ഞു ഓക്കെ കൺഫേം ചെയ്യാമോ, സീറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്താൽ, സാധാരണ കോളേജ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ തന്നെ കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, 3 സീറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഇവിടെ പിള്ളേർ വരുന്നുണ്ട്, നിങ്ങളൊന്ന് നേരിട്ടാ വരുന്നത്, ഡയറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ 5 സീറ്റിലെങ്ങാണ്ട് 3 സീറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടു. എല്ലാം കഴിഞ്ഞ് എല്ലാം പേപ്പർ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ഒക്കെ വിളിച്ച് പറഞ്ഞു. കാരണം എനിക്ക് എന്റെ കോളേജിൽ വിളിച്ച് പറയാം, കാരണം അവിടെ ഉള്ള കോളേജിൽ ഓൾമോസ്റ്റ് എന്റെ കൂട്ടുകാരൊക്കെ അവിടെ ലെക്ചറായിട്ട് കയറിയിട്ടുണ്ട്, അവർക്ക് എല്ലാ കോളേജൊക്കെ അറിയാം. ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെന്നാ ഡയറക്റ്റ് ചെന്നാൽ മതി, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറപ്പല്ലേ പോകില്ല, അവൻ ഉറപ്പായിട്ടും പോകും എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും കുറെ കോളേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവര് അറിഞ്ഞ് മേടിച്ചിട്ട് ഇവർ അത് ഏജൻസിക്ക് അയച്ചു കൊടുത്തു. ഏജൻസി പറഞ്ഞു അത് വേണ്ട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഏജൻസി വിശ്വസിച്ച് അവർ പറഞ്ഞ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. ഇപ്പൊ എന്തായി, ഏജൻസിക്കാർക്ക് കോളായി, പിള്ളേര് പെട്ടിക്കടയിൽ. ഇതാണ് സംഭവം. ഞാൻ അറിഞ്ഞു 2 കോളേജ് ഞാൻ അറിഞ്ഞു, പെട്ടിക്കട. ഞാൻ ഇവിടെ ഇരിക്കുന്നത് 4 വർഷം നഴ്സിംഗ് പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ. എന്താണ് നഴ്സിംഗ്, എന്താണ് അതിനകത്തെ കണ്ടന്റ്, എന്താണ് 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ നഴ്സിംഗ് കണ്ടിരിക്കുന്നത്. ഈ ഏജൻസിക്കാരൻ നേഴ്സാണോ, OT അനസ്തേഷ്യാണോ, ഫിസിയോതെറാപ്പിസ്റ്റ് ആണോ, എന്താണ് അവര്? ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾ എവിടെയും കൊണ്ട് ചാടിക്കും. ഞാൻ ഒരിക്കലും ഒരു ഏജൻസിനെ കുറ്റം പറയുന്നില്ല, കാരണം നല്ലതായിട്ട് ചെയ്യുന്ന ഏജൻസി ഉണ്ട്, ഞാൻ അതും പറയാം, നന്നായിട്ട് സർവീസ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഫേക്ക് ആയിട്ട് പിള്ളേരെ കൊണ്ട് ചാടിക്കരുത്, ഒരാളുടെ ഭാവി വെച്ച് കളിക്കാണ്ടിരിക്കുക, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ചും കണ്ടൊക്കെ അഡ്മിഷൻ എടുക്കുക. ഞാൻ ഈ ന്യൂസ് കട്ടിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ.